വണക്കം വന്ദനം നമസ്കാരം ഗുഡ് മോർണിംഗ് ടു യു ആൾ. സ്വാഗതം ചെയ്യുകയാണ് ട്രേഡർ ഓപ്ഷൻ ട്രേഡറിലേക്ക്. ഞാൻ നിങ്ങളുടെ സ്വന്തം ഗുരുശി. ഞാനൊരു സെബി രജിസ്റ്റർ അഡ്വൈസർ അല്ല, അതുകൊണ്ട് തന്നെ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ സ്റ്റഡി പർപ്പസിനായിട്ട് യൂസ് ചെയ്യുക. വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ദിവസം 27 തീയതി ഓഗസ്റ്റ് മാസം 2026 വ്യാഴാഴ്ച രാവിലെ 7:39 ആയിട്ടുണ്ട്. സോ ഇതിനകത്ത് നമ്മൾ പോയിന്റ് ഓഫ് കൺട്രോൾ ബേസ് ചെയ്തിട്ടാണ് കുറേ ദിവസങ്ങൾ കൊണ്ട് ട്രേഡ് ചെയ്യുന്നത്. വീഡിയോ ഇടാൻ പറ്റാത്ത ദിവസം നമ്മുടെ വീഡിയോ 5 മിനിറ്റ് 7 മിനിറ്റൊക്കെ മാക്സിമം വരാറുള്ളൂ. അതും കാണുന്ന ആൾക്കാർ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ പറ്റുന്ന ദിവസങ്ങൾ മാത്രമേ വീഡിയോ വിടുന്നുള്ളൂ. ബാക്കിയുള്ള ദിവസങ്ങൾ നമ്മൾ ചാർട്ടും പോയിന്റ് ഓഫ് കൺട്രോളും ഗ്രൂപ്പിലിടും. പിന്നെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്, ടെലഗ്രാം ചാനലിലിടും, കമ്മ്യൂണിറ്റി ഉണ്ട് വാട്സാപ്പിൽ, അതിനകത്തും പോസ്റ്റ് ചെയ്യും. അതിനകത്ത് പറ്റുന്ന ദിവസം ലൈവ് ഡിസ്കഷനും നമ്മളവിടെ ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അതിൽ CAS വന്നു, നിറച്ച ആൾക്കാർ ബഹളം വയ്ക്കുന്നു, മാർക്കറ്റ് മൊമെൻ്റം ഇല്ല, വളരെ സ്ലോ ആയിട്ടാണ്, അതുപോലെ പ്രീമിയം ഭയങ്കരമായിട്ട് കുറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ഭയങ്കര ഒരു ചെറിയൊരു റേഞ്ചിലാണ് നിഫ്റ്റി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ എന്താണ് നമുക്ക് പറയാൻ വരുന്നതെന്ന് നമുക്ക് അറിഞ്ഞൂടാ. നമുക്ക് ഫ്യൂച്ചറിനെ കുറിച്ച് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ഇന്ന് എന്ത് നടക്കും എന്നുള്ളത് നോക്കിയാൽ മാത്രം മതി. അതും പോയിന്റ് ഓഫ് കൺട്രോൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും ഈ പോയിന്റ് ഓഫ് കൺട്രോളിന്റെ ബേസ് മാർക്കറ്റിൽ സ്ട്രോങ് ആയിട്ട് ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്കെല്ലാം റെഗുലറായിട്ട് ഇത് ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം. അത്രയും സ്ട്രോങ് ആയിട്ടാണ് പോയിന്റ് ഓഫ് കൺട്രോൾ. നമ്മൾ എന്ത് പ്രശ്നം വന്നാലും മാർക്കറ്റിൽ വളരെ സ്ട്രോങ് ആയിട്ട് ബേസ് അടി ഉറച്ച് നിൽക്കുകയാണ് പോയിന്റ് ഓഫ് കൺട്രോൾ. സോ അതുകൊണ്ട് തന്നെ അതിനെ ബേസ് ചെയ്തിട്ടുള്ള നമ്മൾ ട്രേഡിങ്ങും, പിന്നെ ഇപ്പോഴൊക്കെ നമുക്ക് ഓവർ ട്രേഡ് ചെയ്ത് ആരും പൈസ കൊണ്ട് കളയരുത്. ഓപ്ഷൻ അറിഞ്ഞൂടാത്ത ഒരാൾക്കാരെ പഠിക്കുക, സമയം സ്പെൻഡ് ചെയ്യുക, മാർക്കറ്റിനെ വാച്ച് ചെയ്യുക. വളരെ സ്ലോ ആയിട്ടാണ് നിൽക്കുന്നത്. അതിൽ പ്രീമിയം വളരെ കുറവാണ്. അത് ഇന്നലെയാണ് ആദ്യത്തെ എക്സ്പയറി തന്നെ 112 രൂപയാണ് പോയിന്റ് ഓഫ് കൺട്രോളിന്റെ പ്രീമിയം. അപ്പം ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ഇല്ല, ഓപ്ഷൻ സെല്ലേഴ്സിന് വലുതായിട്ട് ഇതിനകത്ത് ഇൻട്രസ്റ്റ് ഇല്ല എന്നുള്ളതാണ് ഇതിന്റെ ചുരുക്കം. കാരണം ഈ പോയിന്റ് ഓഫ് കൺട്രോൾ കൂടിയാൽ മാത്രമേ ഔട്ട് ഓഫ് ദ മണിയിൽ എന്തെങ്കിലും വിൽക്കാനായിട്ട് കിട്ടുള്ളൂ ആൾക്കാർക്ക്. ഓപ്ഷൻ സെല്ലറിന് മനസ്സിലായില്ലേ? അപ്പം ഔട്ട് ഓഫ് ദ മണിയിൽ അവർ വിറ്റ് പ്രോഫിറ്റ് ഉണ്ടാകണം. ഔട്ട് ഓഫ് ദ മണി ആണല്ലോ മെൽറ്റ് ആകുന്നത്. അതുകൊണ്ടാണ് ഓപ്ഷൻ സെല്ലേഴ്സ് ഓപ്ഷൻ പഠിക്കുമ്പോഴത്തേക്കും നിറച്ച ആൾക്കാർ ഗൈഡ് ചെയ്യുന്നത് ഫാർ OTM വിറ്റോളൂ എന്നൊരു തിയറി. ബ്ലൈൻഡ് ആയിട്ട് ഫാർ OTM വിറ്റോളൂ എന്ന് പറഞ്ഞാൽ ബ്ലൈൻഡ് ആയിട്ട് 10 രൂപയോ 15 രൂപയോ 20 രൂപയോ നിങ്ങൾ വിറ്റോളൂ, അത് നിങ്ങൾക്ക് പ്രോഫിറ്റ് ആവും, കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്ന ഒരു സെറ്റപ്പും സ്ട്രാറ്റജിയൊക്കെ നിഫ്റ്റിയിലും മാർക്കറ്റിൽ പറഞ്ഞ ആൾക്കാർ ഇത് പറയുന്നും ഉണ്ട്. സോ ഇതിനകത്ത് അതിനുള്ള ചാൻസ് ഇല്ല. കാരണം അറ്റ് ദ മണി തന്നെ 112 രൂപ ആണെങ്കിൽ, അറ്റ് ദ മണിയുടെ പോയിന്റ് ഓഫ് കൺട്രോൾ തന്നെ 112 രൂപ പ്രീമിയം ആണെങ്കിൽ ഫാർ OTM എത്ര 5 രൂപ 7 രൂപ 10 രൂപയൊക്കെ ആയിരിക്കത്തുള്ളൂ. ആ 10 രൂപയ്ക്ക് വിറ്റിട്ട് അവിടെ ഒന്നും നടക്കാൻ പോണില്ല, മനസ്സിലായില്ലേ? അപ്പം ഈ CAS ഒക്കെ വന്നതിന് ശേഷം നിറച്ച ആൾക്കാർ തെറി വിളിക്കുന്നുണ്ട്, മാർക്കറ്റിൽ ആൾക്കാരില്ല, ട്രേഡ് ചെയ്യുന്നില്ല, അങ്ങനെ കുറെ ഇഷ്യൂസ് കൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സത്യം എന്താണെന്നുള്ളത് നമുക്ക് ലൈവ് മാർക്കറ്റിൽ കാണാനും പറ്റുന്നുണ്ട്. വളരെ കുറവാണ്, ആൾക്കാരില്ല. സോ നമുക്ക് ഇതിനകത്ത് ഡിസ്റ്റൻസ് നോക്കിയാൽ നിഫ്റ്റി ഫ്യൂച്ചർ സ്പോട്ടിന്റെ ഡിസ്റ്റൻസ് നോക്കി ഏറെക്കുറെ 200 പോയിന്റിൽ കൂടുതൽ ഡിസ്റ്റൻസ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതേസമയം ഇതാണ് നമ്മുടെ ലെവൽസ്. നമ്മുടെ ഇന്നത്തെ പോയിന്റ് ഓഫ് കൺട്രോൾ 108 രൂപയാണ്. ഇന്നത്തെ പോയിന്റ് ഓഫ് കൺട്രോൾ 108 രൂപയാണ്. ഇത് കണ്ടിന്യൂഷൻ ചാർട്ടാണ്, 15 മിനിറ്റിന്റെ ക്യാൻഡിൽ സ്റ്റിക്ക് ആണ്. നമുക്ക് മന്ത്ലി കോൺട്രാക്ട്, അതായത് മന്ത്ലി കോൺട്രാക്ട് നിൽക്കുന്നത് 24,445 മന്ത്ലി കോൺട്രാക്ടിന്റെ ഫ്യൂച്ചർ നിൽക്കുന്നത് 24,445 അതിന് താഴെയാണ് ക്ലോസിംഗ് നടന്നിരിക്കുന്നത്. ഇത് എങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ നോക്കുക. നമുക്ക് 108 സെയിം ഡിസ്റ്റൻസ് സെയിം പ്രൈസിലാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് ഇത് നോക്കിയതിന് ശേഷം അതിനനുസരിച്ച് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക, ഈ ലെവൽസ് മാർക്ക് ചെയ്തിടുക. വീണ്ടും ഒരു വീഡിയോയിൽ കണ്ടുമുട്ടാം. കണ്ടതിൽ നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്.